രാമേശ്വരത്തു നിന്നും ഏകദേശം 20 കിലോമീറ്റർ ദൂരത്തായി സ്ഥിതി ചെയ്യുന്ന ധനുഷ്കോടി മുനമ്പിലേക്കാണ് നമ്മൾ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. പാമ്പൻ ഐലൻഡിൻ്റെ തെക്ക് കിഴക്ക് ഭാഗത്തായിട്ടാണ് ധനുഷ്കോടി സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ എത്തുന്ന സഞ്ചാരികളെ കാത്തിരിക്കുന്നത് പ്രധാനമായും ഒരു ദുരന്തത്തിൻ്റെ ശേഷിപ്പുകളാണ്. ഡിസംബർ മാസത്തിലാണ് ധനുഷ്കോടി നിവാസികളെ നിത്യദുരിതത്തിലാക്കി ആ ദുരന്തം സംഭവിക്കുന്നത്. ബംഗാൾ ഉൾക്കടലിൽ രൂപം കൊണ്ട ചുഴലിക്കാറ്റ് ധനുഷ്കോടിയിലേക്ക് അടുക്കുകയും ധനുഷ്കോടിക്ക് വൻ പ്രഹരമേൽപ്പിക്കുകയും ചെയ്തു. ഏകദേശം 2000-ഓളം ആൾക്കാരാണ് അന്ന് ആ ദുരന്തത്തിൽ ജീവൻ വെടിഞ്ഞത്. ആ ചുഴലിക്കാറ്റ് 140 യാത്രക്കാരുമായി ധനുഷ്കോടിയിലേക്ക് വന്ന ഒരു പാസഞ്ചർ ട്രെയിനിനെയും തകർത്തു കളഞ്ഞു. അന്നത്തെ ആ ദുരന്തത്തിൽ തകർന്ന റെയിൽവേ സ്റ്റേഷൻ, പോസ്റ്റ് ഓഫീസ്, ചർച്ച്, ക്ഷേത്രം തുടങ്ങിയവയുടെ അവശിഷ്ടങ്ങൾ നമുക്ക് ഇന്ന് ഈ ഭൂമിയിൽ കാണാം. ഇവിടെ ചുഴലിക്കാറ്റ് വീശിയ അന്നേ ദിവസം പകൽ സമയത്ത് സിനിമാ താരങ്ങളായ സാവിത്രിയും ജെമിനി ഗണേശനും ഇവിടെ ഉണ്ടായിരുന്നു. പതിവില്ലാത്ത കാറ്റും മറ്റും കണ്ടപ്പോൾ അവരെ രാമേശ്വരത്തിന് തിരിച്ചയച്ചു. അതിനുശേഷം രാത്രിയിലാണ് ചുഴലിക്കാറ്റ് ഇവിടെ വീശുന്നത്. 55ഓളം പേർ അന്ന് ദുരന്തത്തിൽ നിന്നും കഷ്ടിച്ച് രക്ഷപ്പെട്ടു. ദുരന്തത്തിന് ശേഷം തമിഴ്നാട് ഗവൺമെൻറ് ഇവിടം വാസയോഗ്യമല്ലാത്തതായി പ്രഖ്യാപിച്ചു. ഇവിടെ നിന്നും പലായനം ചെയ്ത കുടുംബങ്ങളിൽ ചിലർ വർഷങ്ങൾക്ക് ശേഷം ഇവിടെ തിരികെ എത്തി. അവർ ഇവിടെ ചില്ലറ ബിസിനസ്സുമായി ഒക്കെ കഴിഞ്ഞു പോവുകയാണ്. ഭയങ്കര കാറ്റാണ് ഇതുവഴി കടന്നു പോകുമ്പോൾ. നമ്മൾ ഇപ്പോൾ ഇറങ്ങിയിരിക്കുന്നത് വൈകുന്നേരം സമയത്താണ്. 5 മണിക്ക് ശേഷം ഇവിടേക്ക് ആരെയും കടത്തിവിടുന്നതല്ല. അതുപോലെ ഈ മേഖല പൂർണ്ണമായും പ്ലാസ്റ്റിക് വിമുക്തമായ മേഖലയാണ്. ബംഗാൾ ഉൾക്കടലും ഇന്ത്യൻ മഹാസമുദ്രവും സംഗമിക്കുന്ന സ്ഥലമാണ് ധനുഷ്കോടി. എന്തുകൊണ്ടും ധനുഷ്കോടി യാത്ര നമുക്കൊരു വ്യത്യസ്തമായ അനുഭവം നൽകുന്നതാണ്. ഇനി നമുക്ക് ധനുഷ്കോടിയിലെ ആ കാഴ്ചകളിലേക്ക് യാത്ര ചെയ്യാം. പുതിയതായി പണിത ലൈറ്റ് ഹൗസ് നമുക്ക് ദൂരെ നിന്ന് തന്നെ കാണാം. അന്നത്തെ ദുരന്തത്തിൽ തകർന്ന റെയിൽവേ സ്റ്റേഷൻ്റെ ഭാഗങ്ങളാണ് ഇടതുവശത്തായി നാം ഈ കാണുന്നത്. ആകെപ്പാടെ ഒരു വിഷമവും പേടിയൊക്കെ വരുന്ന ഇതാണ്. ഇവിടെ ചർച്ചൊക്കെ അന്നത്തെ ദുരന്തത്തിൽ തകർന്ന പള്ളിയുടെ അവശിഷ്ടങ്ങളാണ് ഈ കാണുന്നത്. നമ്മൾ ധനുഷ്കോടി മുനമ്പിൽ പോയ ശേഷം തിരികെ വരുമ്പോൾ ഇവിടെ നിർത്താമെന്ന് വിചാരിക്കുന്നു.
മൊത്തം ഒരു വിഷമം തളം കെട്ടി കിടക്കുന്ന അന്തരീക്ഷമാണ് ഇവിടെയൊക്കെ. അതിഭീകരമായ കാറ്റാണ് ഇവിടെ. കാറ്റത്ത് പറന്നു വന്ന മണൽത്തരികൾ റോഡിൽ കൂടിക്കിടന്ന് അതൊരു മാർഗതടസ്സം സൃഷ്ടിക്കുന്നുണ്ട്. ധനുഷ്കോടി മുനമ്പ് അരിച്ചാൽ മുനമ്പ് എന്നാണ് അറിയപ്പെടുന്നത്. അവിടേക്ക് ഇവിടുന്ന് കുറച്ച് ദൂരം കൂടിയുണ്ട്. ഇതാണ് ലൈറ്റ് ഹൗസ്. പുതിയതായി നിർമ്മിച്ചതാണ് ഈ ലൈറ്റ് ഹൗസ്. ഏകദേശം 4-5 കിലോമീറ്റർ ദൂരം കൂടിയുണ്ട് ധനുഷ്കോടിയിൽ നിന്നും അരിച്ചാൽ മുനമ്പിലേക്ക്. വളരെ വ്യത്യസ്തമായ ഒരു അനുഭവമാണ് ഈ അരിച്ചാൽ മുനമ്പ് ഏതൊരു സഞ്ചാരിക്കും നൽകുന്നത്. വളരെ ശക്തമായി വീശുന്ന തിരമാലകളാണ്. റോഡിലേക്ക് കടൽ വെള്ളം റോഡിൽ വരെ തിരയാണ്. ഇവിടുത്തെ കഥകൾ കേട്ട് അറിഞ്ഞ ശേഷം ഇവിടെ വരുന്ന ഏതൊരു സഞ്ചാരിക്കും അല്പം ഭീതി ജനിപ്പിക്കുന്ന രീതിയിലുള്ള കാഴ്ചകളാണ് നമ്മളിവിടെ കാണുന്നത്. എന്താ കണ്ടോ, തിരമാല റോഡിലേക്ക് അടിച്ചു വരികയാണ്. ആകെ ഒരു ത്രില്ലിംഗ് എക്സ്പീരിയൻസ് ആണ്. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും അവസരം കിട്ടിയാൽ അവശ്യം വന്ന് കാണേണ്ട ഒരു സ്ഥലമാണ് ധനുഷ്കോടി. ആൾക്കാരൊക്കെ അവിടെ കാറിട്ട് തിരമാലയിൽ വാഷിംഗ് നടത്തിക്കൊണ്ടിരിക്കുകയാണെന്ന് തോന്നുന്നു. നമ്മുടെ വണ്ടിയുടെ ഗ്ലാസ് എല്ലാം ഇപ്പോൾ കടൽ വെള്ളം കൊണ്ട് മൂടിയിരിക്കുകയാണ്. ആകെ ഉപ്പുവെള്ളമാണ് ഗ്ലാസ്സിൽ. ഇത് നന്നായിട്ടൊന്ന് കഴുകിയാലേ ശരിയാവുള്ളൂ. റോഡിൽ മുഴുവൻ കടൽ വെള്ളം കയറിയിരിക്കുകയാണ്. റോഡിലെല്ലാം കടൽ വെള്ളമാണ് ഈ കിടക്കുന്നത്. തിരമാല അടിച്ചു വരുന്ന ആ വെള്ളം. ഇവിടെ നിന്ന് വണ്ടികൾ പാർക്ക് ചെയ്തിരിക്കുന്നത് കാണാം. നമ്മൾ അരിച്ചാൽ മുനമ്പ് എത്തിയിരിക്കുകയാണ്. ആ മുനമ്പിൻ്റെ അടുത്ത് എത്തിയ ശേഷം വണ്ടി റിവേഴ്സ് എടുത്ത് നമുക്ക് കൊണ്ടുവരാനുള്ള സൗകര്യമുണ്ട്. വണ്ടി കുറച്ചുകൂടി മുന്നോട്ട് പോയി നമ്മൾ തിരിച്ചെടുത്ത് ഇവിടെ എവിടെയെങ്കിലും പാർക്ക് ചെയ്യണം. എന്താണ് ഗ്ലാസ്സിൽ കൂടെ കിട്ടുന്നത് അതങ്ങ് എടുത്തു. ബാക്കി ഐഫോണിന്റെ ക്ലാരിറ്റിയിൽ പറ്റിക്കൊടുത്തു. നമ്മളങ്ങനെ വണ്ടി പാർക്ക് ചെയ്തു. ഇനി ഇവിടുത്തെ കാഴ്ചകൾ നമുക്ക് ഒന്ന് ആസ്വദിക്കാം. ഭയങ്കര കാറ്റാണ് ഇവിടെ. ഓഡിയോ ഒന്നും ക്ലിയർ ആവുമെന്ന് തോന്നുന്നില്ല. അങ്ങനെ നമ്മൾ ധനുഷ്കോടി മുനമ്പിലെത്തിയിരിക്കുകയാണ്. ധനുഷ്കോടി മുനമ്പ് ചരിത്രവും ഐതിഹ്യവും പുരാണവും ബംഗാൾ ഉൾക്കടലും ഇന്ത്യൻ മഹാസമുദ്രവും എല്ലാം സംഗമിക്കുന്ന ധനുഷ്കോടി മുനമ്പിലാണ് നമ്മളിപ്പോൾ.
കുറച്ച് സമയം അവിടെ ചെലവഴിച്ച ശേഷം നമ്മൾ യാത്ര തിരിച്ചു. ഒന്ന് വൈപ്പ് ചെയ്ത് റോഡിൽ നിന്ന് അങ്ങ് മാറ്റിയായിരുന്നു. നമ്മുടെ നല്ല വെള്ളം കല്ലല്ല. നമ്മളിപ്പോൾ തിരികെ വീണ്ടും ധനുഷ്കോടി ആ തകർന്ന ലൈറ്റ് ഹൗസ് ആണ് പള്ളിയുടെ ഭാഗത്ത് എത്തിയിരിക്കുകയാണ്. തകർന്ന ഭാഗങ്ങളൊക്കെയാണ് ഇവിടെ. ആ ഭാഗത്ത് അവിടെ കണ്ടില്ലേ പള്ളി, തകർന്ന പള്ളിയുടെ ആ കാണാം നമുക്ക്. ഇവിടെ എന്തൊക്കെയോ കുറേ നിർമ്മാണ പ്രവർത്തനങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ഇന്നത്തെ തകർച്ചയുടെ അവശിഷ്ടങ്ങളാണ്, പള്ളിയുടെ ശേഷിച്ച ഭാഗങ്ങളാണ് ഈ കാണുന്നത്.